ഹലോ. ഞാനവിടെ എത്തി. ഓക്കെ, ഞാനിപ്പോൾ വരാം. പെട്ടെന്ന് വരണം കേട്ടോ. ഞാൻ വന്നോ? വേണ്ട, പോട്ടെ. പോയിട്ട് വാ. വിട്ടോ. ക്യാഷ്. ഈ പണിക്കൊക്കെ ഇറങ്ങാന്നുണ്ടെങ്കിൽ നിന്നെ പോലുള്ളവരെ നിലയ്ക്ക് നിർത്താനും എനിക്കറിയാം. മുത്തശ്ശ, എനിക്ക് വേഗം ഒരുങ്ങിക്കേ, നമുക്ക് ആശുപത്രി പോണ്ടേ? കാശൊക്കെ ഉണ്ടാവോളെ നിന്റെ കയ്യില്? ഉണ്ട് മുത്തശ്ശ. മുത്തശ്ശന് മരുന്ന് വാങ്ങിയില്ലെങ്കിൽ പിന്നെ എന്തിനായി മോള് ജീവിച്ചിരിക്കണേ? വാ, എനിക്ക് പതുക്കെ. തീരെ വയ്യല്ലേ? സൂക്ഷിച്ച്. ഞാൻ വണ്ടി വിളിച്ചിട്ടുണ്ട് കേട്ടോ. രാജേട്ടാ, പലരിക്കടലെ കാശിന്ന് കൊടുക്കുന്ന പറഞ്ഞേക്കുന്ന കേട്ടോ. സുമതി, ഈ മാസവും ഞാൻ അഡ്വാൻസ് ശമ്പളം വാങ്ങിച്ചിരിക്കുക. മോന്റെ പഠിത്തം കഴിയോളം ഇങ്ങനെയൊക്കെ പോകത്തുള്ളന്നേ. അത് പറഞ്ഞപ്പോഴാ ഞാൻ ഒരു കാര്യം ഓർത്തെ. എന്താ? മോനിന്ന് 2000 രൂപ വേണമെന്ന് പറഞ്ഞു. അതെന്തിനാ? ഈയിടെയല്ലേ അവൻ ഫീസ് കൊടുക്കണമെന്ന് പറഞ്ഞ് കാശ് മേടിച്ചത്? എന്തോ പ്രാക്ടിക്കൽ പരീക്ഷയ്ക്കാന്നാ പറഞ്ഞേ. ബാക്കി എല്ലാവരും കൊടുത്തു. എടോ തന്തേ, കൃത്യമായിട്ട് ഫീസ് കൊടുക്കാൻ പറ്റില്ല, പിന്നെ എന്തിനാ എന്നെ കോളേജിലേക്ക് വിട്ടേ? എടാ മോനെ, നിനക്കൊരു ജോലി കിട്ടുകയാണെങ്കിൽ ഈ കുടുംബം രക്ഷപ്പെട്ടില്ലടാ. അച്ഛൻ തന്നെ എത്ര നാളായടാ ഇങ്ങനെ കഷ്ടപ്പെടുന്നു മോനെ. എന്നാ ഞാൻ ഈ പരിപാടി നിർത്തിയേക്കാം. കോളേജിലെ ഫീസ് കൊടുക്കണേ പോലും അപ്പന്റെ അമ്മന് കാല് പിടിക്കണമെന്ന് പറഞ്ഞോ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം മോനെ, നീ ഒന്ന് ശാന്തമാകടാ. എനിക്ക് കോപ്പ് കേൾക്കണ്ട. എന്തിനാ തന്തേ എന്നെ ഇങ്ങനെ പടച്ചു വിട്ടേക്കുന്നേ? മിണ്ടി പോരുത്. അച്ഛന്റെ വാക്കിന് മറുവാക്ക് പറയാൻ നീ ആയോ? അച്ഛനാടാ ഈ വീടിന്റെ അവസാന വാക്ക്. അവസാന വാക്ക് കോപ്പ്. എന്തായാലും അവൻ ചോദിച്ചതല്ലേ. ഞാനാ ദിവാകരന്റെ വീട്ടിലൊന്ന് ചോദിക്കാം, ഇച്ചിരി കാശ് കിട്ടുമെന്ന്. മുത്തശ്ശ, മരുന്ന് കഴിക്കുക.
മോളെ, ശരീരത്തിന്റെ ക്ഷീണവും വേദനയും മരുന്നുകൊണ്ട് മാറും. പക്ഷേ മനസ്സിന്റെ വേദന മാറണമെങ്കിൽ നിന്റെ അച്ഛനും അമ്മയും തല്ലിപ്പിരിഞ്ഞപ്പോൾ അവര് നിന്നെ മറന്നുപോയി. നിന്റെ കാര്യം ഓർത്തിട്ട് മനസ്സ് നീറുക. മുത്തശ്ശനുള്ളപ്പോ ഞാൻ എന്തിനാ വിഷമിക്കണേ? ആ രാജാ, ഒരുപാട് നാളായല്ലോ കണ്ടിട്ട്. വാ ഇരിക്കെ. പറ, എന്തൊക്കെയുണ്ട് എടോ വിശേഷം? ദിവാകര, മോൻ അത്യാവശ്യമായി 2000 രൂപ കോളേജിൽ കൊടുക്കണം. ഏതോ ഫീസ് അടയ്ക്കാനാന്നാ പറഞ്ഞത്. ഇന്ന് ലാസ്റ്റ് ഡേറ്റാ. ഉണ്ടെങ്കിൽ ഒരു 2000 രൂപ തന്ന് സഹായിക്കണം. ഞാൻ അടുത്ത മാസം തിരിച്ചു തരാം. എടോ, പിള്ളേരൊക്കെ പഴയ പോലല്ല, അവരൊക്കെ വേറെ ലെവലാ. പിന്നെ താൻ ചോദിച്ച നിലയ്ക്ക് ഞാൻ തരാം. അവിടെ ഇരിക്കെ, ഞാൻ എടുത്തിട്ട് വരാം. ശരി. എടോ, താനിഞ്ഞ് പോന്നപ്പം അവനെ കൂടെ കൂട്ടായിരുന്നു. പൈസയുടെ ബുദ്ധിമുട്ടൊക്കെ പിള്ളേരും അറിയണ്ടേ. സൗകര്യം പോലെ തന്നാൽ മതി. പോട്ടെ എന്നാ. പറയടാ. ആ ഓക്കേടാ. ആടാ. അയ്യോ, 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 ഓ, അയ്യോ, മക്കളെ ഒന്നും ചെയ്യല്ലടാ. അയ്യോ, അയ്യോ, ഓ, അയ്യോ, 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 വേണ്ട, വേണ്ടടാ മക്കളെ, വേണ്ടടാ. അയ്യോ, എന്റെ പൈസ. അയ്യോ, അയ്യോ, ഒന്നും ചെയ്യല്ലേ എന്റെ അമ്മോ. അയ്യോ, അയ്യോ, എന്റെ പൈസ തന്നേച്ച് പോടാ. എടാ മക്കളെ, എന്റെ പൈസ തന്നേച്ച് പോടാ. അയ്യോ, എടാ എന്റെ പൈസ തന്നേച്ച് പോടാ. അയ്യോ, എടാ, എടാ എന്റെ പൈസ തന്നേച്ച് പോടാ. എടാ എന്റെ പൈസ, എടാ എന്റെ പൈസ തന്നേച്ച് പോടാ. അയ്യോ, എന്റെ പൈസ. എടാ എന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഈ നാട്ടിലുള്ളവന്മാർ മുഴുവൻ മഹാപിഴകളാ. യുവമാരെ എല്ലാം നന്നാക്കിയെടുക്കാൻ ആരെ കൊണ്ട് പറ്റും? ഈ രാജ്യം മുടിയുന്നതിങ്ങനെ.
സുമതിയെ എന്നെ ഒന്ന് പിടിച്ചേടി. അയ്യോ ഇതെന്നെ ഏട്ടാ പറ്റിയേ? ഒന്നുമില്ലടി, വന്ന വഴിക്ക് ഏതോ ഒരു കള്ളൻ എന്നെ ഉന്തിയിട്ട് കാശും പിടിച്ചു പറിച്ചോണ്ട് പോയടി. ഈശ്വര, ഏതാ മഹാഭാവി? എനിക്കറിയത്തില്ലടി. അയ്യോ, എന്റെ ആരാന്നേ? അറിയില്ല, എന്നെ കൊല്ലാതെ വിട്ടല്ലോ. അതുപോലെ ഞാൻ ഇച്ചിരി ചൂടുവെള്ളം എടുത്തോണ്ട് വരാം. ഇതാ നിന്റെ വിഹിതം. നിനക്ക് കാശിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുള്ളതല്ലേ, നീ ഇതോടെ വെച്ചോ. ബിസിനസ്സിൽ സെന്റിമെന്റ്സ് ഇല്ല, വീതം വെക്കലും മാത്രമേ ഉള്ളൂ. മൃദുല, ഏത് ബിസിനസ്സുകാരൻ്റെ ഉള്ളിലും സ്നേഹം കൊതിക്കുന്ന ഒരു മനസ്സുണ്ട്. നീ കൊണ്ടു നടക്കുന്ന ഈ സ്റ്റഫിന് മാത്രമല്ല, നിനക്കൂടി കാവലായിട്ടാ ഞാൻ നിന്റെ പുറകെ നടക്കുന്നത്. ഭാവിയെക്കുറിച്ച് നമുക്ക് നല്ല കാഴ്ചപ്പാട് വേണം. ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടന്നാ പോരാ. എന്താ മോനെ, സെന്റിമെന്റ്സിൽ അതിനാണല്ലോ സാധനം തലക്ക് പിടിച്ച. എടാ, ഇതെന്റെ ലോകമാണ്, ഇതെന്റെ ജീവിതമാണ്, ഇതെന്റെ സ്വർഗമാണ്. എന്നാലും എത്ര സ്നേഹിച്ചാടാ അപ്പനും അമ്മ നമ്മളെ വളർത്തണേ? അതവരുടെ ഡ്യൂട്ടിയാടാ, അല്ലേ പിന്നെ നമ്മളെയൊക്കെ ഉണ്ടാക്കി വിടേണ്ട കാര്യമുണ്ടോ? ഇന്നത്തെ കാര്യം ഇങ്ങനെ കഴിയും, നാളെ മരുന്ന് വേണ്ടേ? പിന്നെ വേണ്ടേ? കളക്ഷൻ എടുക്ക്. കൈ മാത്രമേ ഉള്ളല്ലേ? ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടാ. ഇതെങ്ങനെ ഒപ്പിച്ചടാ? അതൊക്കെ കിട്ടി. ഡൗവേ നോക്കണ്ട, അമ്മയുടെ താലിമാലയാ. മാല കൊളുത്തു പൊട്ടിയപ്പം നന്നാക്കാൻ തന്ന ഞാനതിങ്ങ് കൊണ്ടുവന്നു. നീ പോയി സ്ഥാനം ഇട്. എന്നാ സെറ്റ്. പോലീസ് അവിടെ നിക്കടാ. ഓടിപ്പോയി. അത് പറയണോ? താൻ ഇങ്ങോട്ട് വന്ന് പോയി പിടിക്കണോ? നിങ്ങളൊന്ന് വായോ, നമുക്കരെ പോയി പിടിക്കാം. ഈ ഉണ്ണാക്കന്മാരെ കൊണ്ട് അങ്ങാടി തോട്ടേന് അമ്മയോടൊന്ന് പറഞ്ഞ സാറിന് ചൂടാകല്. ഇനി പാവമാരെ കിട്ടുമെന്ന് തോന്നുന്നില്ല, നമുക്കൊന്ന് ഇറങ്ങിയിട്ട് തിരിച്ചു അല്ല പിന്നെ പോകാം. ഓരോ ഇടപാടുകള്. ഓ ആമാരുടെ ഒടുക്കത്തെ ഓട്ടം. എത്ര ആലോചിച്ചിട്ടും സേഫായൊരു വഴി ഞാൻ കാണുന്നില്ല. അറിഞ്ഞോ അറിയാതെയോ നിന്നെ ഇതിലേക്ക് വലിച്ചിറക്കിയത് ഞാനാ. ഇപ്പൊ തോന്നുന്നു ഒന്നും വേണ്ടായിരുന്നെന്ന്. കഴിഞ്ഞ കാര്യങ്ങളോർത്ത് പരിതപിച്ചിട്ട് കാര്യമില്ല. പഠിച്ചൊരു ജോലി ഇല്ലാതിരുന്നപ്പോൾ എന്തെങ്കിലും ചെയ്തേ പറ്റുമെന്ന് തോന്നി. അങ്ങനെ ഞാനും പെട്ടുപോയി. ശരിയാ. ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ കുടുംബത്തോടുള്ള ഉത്തരവാദിത്തങ്ങൾ മറക്കുന്നവർക്ക് മാത്രമേ ഇങ്ങനെ ആകാൻ പറ്റൂ. ഒരു നാട് നശിപ്പിക്കാൻ നമ്മളൊരു നിമിത്തമാകരുത്. എനിക്കും അതാ പറയാനുള്ളത്.
നമുക്കിത് നിർത്താം അല്ലേ? നിർത്താം, പക്ഷെ പ്രത്യാഘാതം വളരെ ഭയങ്കരമായിരിക്കും. ഇത് എങ്ങോട്ടാ സാർ ഇത്ര ധൃതി പിടിച്ചത്? ഒന്നും പറയണ്ട രാവേ. ആ രാജനെ ആരോ തല്ലിയോ പിടിച്ചെന്ന് പറയുന്നത് കേട്ടു. ആ ഒരു 2000 രൂപ കൊണ്ട് കൊടുത്താ 3 നോട്ട് നമുക്കിങ്ങ് വീഴും. അല്ലേലും സാർ ഒരു ചാണക്യം തന്നെ. ഇങ്ങനെ പോയാ സാർ അടുത്ത പ്രാവശ്യം ഒരു മന്ത്രിയാ ഉറപ്പാ. ഓ അങ്ങ് പോടാവേ. ഇളകല്ലേ ഇളകല്ലേ. വേണ്ട വേണ്ട മോനെ, വേം വെറ. രാമ 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 പാഹിമാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. ഒന്ന് പോയി നോക്കിയടി ആരാന്ന്. ആ പള്ളിക്കുന്ന് സാറോ? കേറി വാ. നമസ്കാരം. ഇരിക്കു സാറേ. കേറി വാ. വാ. ആ ചേട്ടാ. ഞാൻ സാറിനെ ഒന്ന് വന്ന് കാണാനിരിക്കുമായിരുന്നു. ഞാൻ അറിഞ്ഞു. നമുക്ക് കേസ് കൊടുക്കണം ചേട്ടാ. പട്ടാപ്പൽ ആക്രമണം ചെയ്തതിന് ആരാണല്ലോ ശിക്ഷിക്കപ്പെടണം. ശരിയാ സാറേ. ഒരു പ്രാണിയെപ്പോലും ഉപദ്രവിക്കാത്തൊരു മനുഷ്യനെ ഇങ്ങനെ ഏത് ആരാണേലും വെറുതെ വിടില്ല സാറേ. മനസമാധാനമായി എനിക്ക് വലുത്. പോട്ടെ സാറേ, മക്കൾക്ക് വേണ്ടിയല്ലേ. എല്ലാം സഹിച്ചല്ലേ പറ്റൂ. ഇത് പിടിച്ചോ. അത്യാവശ്യം മരുന്നിന് ചെലവിനൊക്കെ ഇരിക്കട്ടെ. അയ്യോ ഇതൊന്നും വേണ്ട സാറേ. ആ മോനെന്തിയേ? അവൻ പുറത്തോട്ട് പോയിരിക്കുക. ഓ അത് കുഴപ്പമില്ല. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇലക്ഷനൊക്കെ അടുത്ത് വരിക. നമ്മുടെ കൂടെ ഉണ്ടാവണം കേട്ടാ. നമ്മുടെ കൂടെ ഉണ്ടാവില്ലേ? ഉണ്ട് സാറേ. ഇരിക്കുന്നില്ല. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി എന്നാ. ശരി സാറേ, ആയിക്കോട്ടെ. നമ്മുടെ ചിഹ്ന ഓർമ്മയുണ്ടല്ലോ. അറിയാം സാറേ. ഓക്കെ 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 ശരി ഓക്കെ. എന്തോ ഒരു നല്ല മനുഷ്യൻ. ഓക്കേടാ. ഇല്ല, അതിനെന്താ? മോളെ ആ നീ വന്നേ. ഇടാ, ഞാൻ പിന്നെ വിളിക്കാം. മുത്തശ്ശൻ വിളിക്കുന്നുണ്ടേ. പറ മുത്തശ്ശ. ആ രാജന്റെ മോന്റെ കാര്യം നീ അറിഞ്ഞോ? എന്താ മുത്തശ്ശ? അവൻ മയക്കുമരുന്നിന് അടിമയായിരുന്നോ? ആത്മഹത്യ ചെയ്യാൻ തുടങ്ങിയെന്നൊക്കെ പറയുന്നത് കേട്ടു. ഇതൊക്കെ ആരാ ഈ സാധനമൊക്കെ ഇവിടെ കൊടുന്ന് ഈ പിള്ളേർക്ക് കൊടുത്ത് ഇവരെ വഷളാക്കുന്നേ? മുത്തശ്ശൻ എന്തിനാ അതൊക്കെ അന്വേഷിക്കണേ? മുത്തശ്ശൻ വന്ന് ഇവിടെ ഇരുന്നേ. ഇതൊക്കെ ഞാൻ ചെയ്തോളാം മുത്തശ്ശ. എന്നാലും ആ കൊച്ചിന്റെ കാര്യം കുറെ ഭയങ്കരമാണ് കേട്ടോ. ഇത്രയും ചെറിയ പ്രായത്തില്. മുത്തശ്ശൻ വെറുതെ വേണ്ടാത്ത ടെൻഷനൊന്നും എടുക്കണ്ട. ഈ മീറ്റിംഗ് കൊണ്ട് കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാവും. അതുറപ്പാ. എല്ലാവരും ഇരിക്കുക. നമസ്കാരം സാർ. ഞാനിത് തിരക്കില്ല, പിന്നെ വിളിക്കാം. ഇനി ആരെങ്കിലും വരാനുണ്ടോ? മേഴ്സിക്കുട്ടി കൂടി വരാനുണ്ട്. പ്രസിഡന്റെ നമുക്ക് തുടങ്ങിയാലോ? എനിക്കിത് കഴിഞ്ഞ് 2 മീറ്റിംഗ് ഉണ്ട്. ഒരു ശരി തുടങ്ങാം. ഞങ്ങൾ മേഴ്സിക്കുട്ടിയെ വെയിറ്റ് ചെയ്യായിരുന്നു. ഇരിക്കുക സാറേ. ഞാൻ ചില പ്രത്യേക കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് നിങ്ങളെല്ലാം വിളിച്ചു വരുത്തിയത്. അത് വിളിപ്പിച്ചപ്പോഴേ മനസ്സിലായി. ഒരു കാര്യം ഞാൻ പറയാം. സൂക്ഷിച്ചില്ലെങ്കിൽ പണി ഏതിലെ വന്നെന്ന് പറയാൻ പറ്റില്ല. പള്ളിക്കൊന്ന് ധൈര്യമായിട്ട് പണി എതിരെ വന്നാലും ഈ ജ്യൂസ് ഉടനെ അങ്ങനെ വേണം. അതെ അതെ പ്രസിഡന്റെ, അവന്മാർക്ക് അടിക്കാൻ വടി അങ്ങനെ കൊടുക്കണ്ട. നമ്മളെ ഭരണപക്ഷത്താണെങ്കിലും ചില കാര്യങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ കൂടെ നിൽക്കണം. പ്രസിഡന്റെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ചിരിക്കേണ്ട കേസാണിത്. നമ്മുടെ നാട്ടിൽ മയക്കുമരുന്നിന്റെ ഉപയോഗം കൂടി വരികയാണ്. അത് പ്രതിരോധിച്ചേ പറ്റൂ. മേഴ്സിക്കുട്ടി ഇത് ഉപയോഗിക്കോ? ഇല്ല. എന്നാ മിണ്ടാതിരിക്കേ. ഇത് നമ്മുടെ നാട്ടിൽ അനുവദിച്ചുകൂടാ.
ഈ സാമൂഹിക പ്രശ്നത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതങ്ങൾ അനുഭവിക്കുന്നത് ഞങ്ങൾ സ്ത്രീകളാ. മുഴുവൻ സ്ത്രീകളുടെയും സപ്പോർട്ട് നമുക്ക് വേണം. അടുത്ത ഇലക്ഷൻ നമുക്ക് ജയിച്ചേ പറ്റൂ. അതുകൊണ്ട് എല്ലാവരും ജാഗ്രത പുലർത്തണം. അപ്പോ നമുക്ക് പിരിയാം. ആ ശരി ശരി. ഓക്കെ ഓക്കെ ശരി. ഓക്കെ. എന്നാ ഞങ്ങൾ ആ ഇറങ്ങട്ടെ. ശരി കേട്ടോ. ഓക്കെ, കാണാം കാണാം കാണാം. ആ എന്നാ ആയിക്കോട്ടെ. ശരി. ആ ആ ആ വരട്ടെ സാറേ. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ. ശരി, എന്നാൽ കാണാം. ആ പിന്നെ സാറേ പോകുന്ന ഈ പാർട്ടി താഴെ ഓഫീസിലൊന്നും നിൽക്ക് പോലെ. ആ അപ്പൊ സാറേ എല്ലാം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ. വേണ്ടപോലെ പറഞ്ഞു, കൈകാര്യം പറഞ്ഞു. ചെയ്തോളാം. ഓക്കെ അല്ലേ? ആ ദേ ആരോ വരുന്നുണ്ടല്ലോ. എന്താ എന്താ ചേട്ടാ? എനിക്കൊരു അപേക്ഷയുണ്ട്. എന്നാ പറ്റിയേ? നമ്മുടെ നാട്ടിലെ മയക്കുമരുന്ന് കച്ചവടം ഒന്ന് നിർത്തണം. ഈ കാര്യം ഞാൻ ഏറ്റു കേട്ടാ. ഓ. നമ്മളൊക്കെ കൂടെയുണ്ട്. ഓക്കെ ഓക്കെ. ആ ആഹാ. സാർ ആയിക്കോട്ടെ. ഓക്കെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ ഓക്കെ. ഒരു തൊഴിലേൽപ്പിച്ചാ അത് കൃത്യമായിട്ട് ചെയ്യണം. എനിക്ക് ഈ തൊഴിൽ വിട്ടുപോകാൻ ഒരാളുടെ അനുവാദം വേണ്ട. ഞങ്ങളുടെ കൂട്ടത്തിൽ പെട്ടവരൊന്നും അങ്ങനൊന്നും പോയിട്ടില്ലടേ. പിന്നെയാ നിന്നെ പോലൊരു പീറ പെണ്ണ്. ആ നിന്റെ വിൽസം വന്നല്ല മോനെ. മോനെ വേലപ്പ, അതെ നിന്റെ വേല ഇവളോട് വേണ്ട. ഞാൻ പറഞ്ഞിട്ടാ അവളെ പണി നിർത്തിയത്. വേല ചെയ്യാനല്ലേ പിന്നെ വേലപ്പിനത്തിനാടാ ഈ ഫീൽഡിൽ നിൽക്കണേ. കാണാടാ, നീ വണ്ടി എടുക്കടി. കാണും. ഞങ്ങളുടെ ശരിക്കുള്ള മുഖം നീ കാണൂടാ. ഞങ്ങളുടെ വേറൊരു മുഖം നിന്നെ കാണിച്ചു തരാടാ. ചേട്ടേ പണിന്ന് ആർക്കിട്ടാന്ന് ഓർത്തോണം. കാണിച്ചു തരാടാ. എന്നാ നീ ഞങ്ങളുടെ ഉണ്ടാക്കടാ. മാറാ അങ്ങോട്ട്. എടാ നീ എന്നെ കാണിക്കടാ. പണിയാൻ തരാടാ. അവള് പോയ പിന്നെ മൊത്തം പ്രശ്നമാടാ. നമ്മുടെ ബിസിനസ് നടത്താൻ തന്നെ ആരുമില്ല. ഞാൻ ചെയ്താൽ മതിയോ? നീയോ? പക്ഷെ കമ്മീഷൻ കുറച്ച് കൂടുതലാ. അവൻ പറഞ്ഞിട്ടില്ലടാ. കമ്മീഷനോ? നീ ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ആ കമ്മീഷനൊക്കെ ഞാൻ തരാം. ഇച്ചിരി കഴിയട്ടെ കേട്ടോ. തൽക്കാലം നീ ഇതിപ്പോ അങ്ങ് വലിക്ക്. അതേ തന്നെ മനുഷ്യനോട് പ്രാന്ത് പിടിച്ചിരിക്കുക. പന കഴിവരുടെ മോള് മറ്റവനെല്ലാറ്റും കാരണം എല്ലാത്തിനും ഞാൻ തീർക്കും. അതിന് ബാക്കിട്ടൊരു പണി കൊടുക്കണം. രമണ്ടം പണി വേണ്ടടാ. പണി ഞാൻ കൊടുത്താ മതിയോടാ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവന്മാരുടെ കൂടെ കമ്പനി കൂടരുന്ന്. നിനക്കിട്ടൊക്കെയുള്ള പണി അത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇരുന്നോ. നിനക്കെല്ലാം അറിയാൻ പാടില്ല. എടാ എനിക്ക് പറ്റണില്ലടാ. എനിക്ക് കിട്ടുവാടാ സാധനം. വേടാ സാധനം. എനിക്ക് പറ്റണില്ലടാ.
നിർത്ത് സാറേ, നിർത്ത്. ആരാടോ ഇവൻ വണ്ടിക്ക് വട്ടം ചാടുന്നു? സാറേ, മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുക്കണമായിരുന്നു. എന്തു പരാതി? പറയാന്നേ. വണ്ടിക്ക് വട്ടം ചാടിയാണോ പരാതി പറയുന്നത്? എന്താടോ എന്റെ പരാതി? സാറേ, നമ്മുടെ മുഖ്യമന്ത്രി അത്ര പോരാ. മുഖ്യമന്ത്രിയെ മാറ്റാൻ ഒരു പരാതി. മുഖ്യമന്ത്രിയെ മാറ്റാനോ? അതാർക്കാ സാറേ കൊടുക്കുന്നേ? ഏതാടോ ഈ വട്ടൻ? പിടിച്ചു മാറ്റോ അയാളെ. മാറ്റടോ. SP ഓഫീസിൽ പോകണ്ട. നേരെ ഇല്ലാത്ത നേരത്തെ അങ്ങോട്ട് മാറി നിൽക്കേ. ഒന്ന് പെട്ടെന്ന് കയറോ. വരുന്നു സാർ. അടുത്ത പരാതി കിട്ടി. യുവമാരെയൊക്കെ ഇന്നൊരു പാഠം പഠിപ്പിക്കണം. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഈ എഴുത്തും കുത്തുമായിട്ട് എന്തിനായിരിക്കുന്നെ? പോയി. മോനെ, എന്നാ പറ്റിയടാ? അയ്യോ 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 സുമതിയെ, മോനെ, സുമതി, മോനെ, അയ്യോ കാണിക്കുന്ന അച്ഛനെ വിടറാ. മോനെ, എടാ അച്ഛനെ വിടറാ. അഞ്ജലി, അയ്യോ ഈശ്വരാ, മോനെ, എന്റെ മോനെ എന്നാ പറ്റി? എന്റെ മോനെ അയ്യോ, കൈ പിടിച്ച് കേട്ടടി. അയ്യോ അയ്യോ എന്നാ പറ്റി മോനെ? അബി, അബി, അയ്യോ മോനെ, 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 എടാ മോനെ, അയ്യോ എന്റെ മകനെ, എന്റെ മോനെ, അയ്യോ 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 മോനെ, അയ്യോ അബി, അബി, അയ്യോ എന്റെ ഭഗവാനെ, എന്റെ മോൻ എന്നാ പറ്റിയോ? അയ്യോ അയ്യോ ആരെങ്കിലും ഓടിവായോ? അയ്യോ 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 ഓടിവായോ, ഓടിവായോ, എന്റെ മോനെന്താണ് പറ്റിയോ? ഓടിവായോ. അയ്യോ മോളെ, നീ എന്താ മോളെ വല്ലാണ്ടിരിക്കുന്നേ? ഒന്നുമില്ല മുത്തശ്ശ.
ഞാൻ നിന്നെ ഇന്നും ഇന്നലെ അല്ലല്ലോ കാണുന്നേ. നമുക്ക് ചുറ്റും ചതിക്കുഴികളാ മോളെ. മോൾ അതിലൊന്നും പോയി വീഴരുത്. ആ രാജന്റെ മോന്റെ കാര്യം നിനക്കറിയാവല്ലോ. അറിയാതെ മോളെ. പള്ളിക്കൊന്നും പറഞ്ഞ പോലെ എല്ലാം ശരിയാക്കണം. അതെ അതെ, പെട്ടെന്ന് വേണം. ഈ പ്രാന്തരെ എവിടെ ചെന്നാലും കാണാമല്ലോ. അയാൾക്ക് ഭ്രാന്തൊന്നുമില്ല. അയാളുടെ മകൻ മയക്കുമരുന്നിന് അടിമയായി മരണപ്പെട്ടു. അതിനുശേഷം അയാൾ അങ്ങനെയാ. എന്തായാലും വല്ലാത്തൊരവസ്ഥ. അതെ അതെ, പറഞ്ഞിട്ട് എന്താ കാര്യം? നീ എന്താ ഇവിടെ? ഞാൻ മുത്തശ്ശനും മരുന്ന് മേടിക്കാൻ പോവാ. നിന്റെ വണ്ടി എന്തി? വണ്ടി ആ വേലപ്പം കൊണ്ടുപോയി. അവനെ കൊണ്ട് ഇപ്പൊ ഭയങ്കര ശല്യാ. ഓഹോ, നീ കേറ്. അവനിട്ടുള്ള പണി ഇപ്പൊ തന്നെ കൊടുക്കാം. കേറ്. നിങ്ങളെ അവര് നോട്ടിട്ടുണ്ട്. ശരിയാ സാറേ, കഴിഞ്ഞ ദിവസം ഞങ്ങൾ അവർ ഫോളോ ചെയ്തു. നിന്നെ ഫോളോ ചെയ്യുന്നു? അതെ, നീ തൽക്കാലം ഒഴിഞ്ഞു മാറ്. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ശരി സാറേ. നടക്കണോ നിന്നെ ഞാൻ ശരിയാക്കി തരാം. ഇത് കളി വേറെ കേട്ടോ സാറേ. എന്റെ അടുത്ത് കളിക്കാനുണ്ടല്ലോ. സാറേ, സാറെന്നെ കൊണ്ടിട്ട് എന്ത് ചെയ്യാനാ സാറേ? സാറിനെ കൊണ്ട് ഒന്നും നടക്കൂല. സാറിപ്പ എന്നെ കൊണ്ടു. സാറ് വിചാരിക്കുന്നതിന് വലിയ പരൽമീനകത്തുണ്ട് സാറേ. ഒന്ന് പോ സാറേ. ഇന്നാ സാറേ അവന്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ? സാറേ വേണ്ടോ? പിടിച്ചു കയറുമാരെ നടക്കടാ 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 അങ്ങോട്ട് സാറേ. സൂക്കേട് ഞാൻ മാറ്റി തരാം. വീണ്ടും ഈ നാട് മുടിയാൻ പോവുക. ഇതുപോലെ കുറെ അവന്മാരെ ശരിയാക്കി തരാം. ഇങ്ങോട്ട് ഇറങ്ങി വേടാ. ഇതാണോടാ സാറേ? നടക്ക. ഇങ്ങോട്ട് പാടാ. നടക്കടാ ഇങ്ങോട്ട്. ഇങ്ങോട്ട് മാറിക്കടാ. എന്താ സാറേ? ആരെ അവരൊക്കെ? നിനക്ക് ഇവനെ അറിയാവടാ? ഇല്ല. ഇവനെ അറിയത്തില്ലല്ലേ? ഇതൊക്കെ നമ്മുടെ പിള്ളേരെ സാറേ. വിട്ടുകളാ. ഞാൻ ഈ യൂണിഫോം ഇട്ടിട്ടുണ്ടെങ്കിൽ മുഖം നോക്കാതെ നിയമ നടപടി സ്വീകരിക്കും. ഈ യൂണിഫോം അഴിപ്പിക്കാൻ എനിക്കറിയാം. പള്ളിക്കൊന്നാടാ പറയുന്നേ. വിളിക്കടാ ഫോൺ. നീ ആരെയാന്ന് വെച്ചാ വിളിക്കടാ. ആമാരെ രണ്ടുപേരെ കൂടെ പിടിച്ചോ. അയ്യോ, വാടാ വാടാ.
അങ്ങോട്ട് മാറി നിൽക്കണം വേണ്ട ചേച്ചി മാറി നിൽക്ക്. വാ ഇങ്ങോട്ട് പോരെ വാ ചേച്ചി മാന്യൻ Ha 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 ha.